എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഡിസംബർ മാസം മിക്കവാറും തിരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ തിരഞ്ഞെടുപ്പ് മുമ്പേ എല്ലാവരെയും ഒന്ന് സജ്ജമാക്കുക എന്നുള്ളതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. എല്ലാവരും അതിന് ഇറങ്ങിപ്പുറപ്പെടും. സർക്കാരും അതിൻ്റെ പണികളുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടും. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. എല്ലാവരും അവരുടേതായ PR വർക്ക് ചെയ്യും. പ്രതിപക്ഷത്തിരിക്കുന്നവർ UDF ആയാലും BJP ആയാലും ശക്തമായ സമരം കൊണ്ടുവരും, ജനകീയ പരിപാടികൾ കൊണ്ടുവരും. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് LDF എന്ന് പറയുന്ന സർക്കാരാണ്. അവർ സർക്കാരിൻ്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സദസ്സാണ്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 20 വരെ ഒരു മാസക്കാലം ഏകദേശം നീണ്ടു നിൽക്കുന്ന നാളത്തെ കേരള വികസനത്തിന് ജനാഭിപ്രായവും നൂതനാശയങ്ങളും സൂചീകരിക്കാനും ഇന്നോളമുള്ള പ്രാദേശിക വികസന മുന്നേറ്റങ്ങളും നേട്ടങ്ങളും ചർച്ച ചെയ്യാനുമായിട്ട്, അതായത് ഇതുവരെ എന്ത് നേടി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, ഇനി നാളെ എന്ത്, ഇത് പലപ്പോഴും CPM ചെയ്യുന്നതാണ്. പഠന കോൺഗ്രസ്സുകൾ വഴി, ജനകീയാസൂത്രണ കോൺഗ്രസ്സുകൾ വഴി എപ്പോഴും ചെയ്യുന്നതാണ്. ഒരു ആൾക്കാരെ വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം രാവിലെ 11 മണിക്ക്, വൈകുന്നേരമല്ല രാവിലെ 11 മണിക്ക് നിശാഗന്ധി ആടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായ വികസന സദസ്സ് നടക്കുന്നു. അടുത്ത ഒരു മാസക്കാലം കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ, എല്ലാ ഗ്രാമങ്ങളിലും വാർഡുകളിലും പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും വികസന സെമിനാർ പോലെ വികസന സദസ്സുകൾ നടക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ. അപ്പോൾ നാട്ടിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ, അതിനനുസരിച്ചുള്ള വിവരങ്ങൾ വരട്ടെ. MP രാജേഷാണ് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെയും ശ്രീ പിണറായി വിജയൻ്റെയൊക്കെ ഒരു ദീർഘവീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടായിരിക്കാം. എന്തായാലും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വികസന സദസ്സുകളാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ ഗ്രാമപഞ്ചായത്ത് തലത്തിലായിരിക്കും. ഇനിയിപ്പോൾ വാർഡ് തലത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അയൽക്കൂട്ട തരം വരെ ഉള്ളൊരു സംവിധാനമുള്ള നാടാണ്. അപ്പോൾ അയൽക്കൂട്ടമുണ്ട്, വാർഡ് സഭയുണ്ട്, വാർഡുകളുണ്ട്, ഗ്രാമസഭയുണ്ട്, പിന്നെ ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. അങ്ങനെ വലിയ സന്നാഹമുണ്ട് കേരളത്തിൽ പഞ്ചായത്ത് രാജ്. അതിൽ വികസന സദസ്സുകൾ നടക്കുന്നു. എന്തായാലും നടക്കട്ടെ. വികസന സദസ്സുകളിൽ ഇതുവരെ നടത്തിയ വികസനം എന്ത് എന്നുള്ള ചർച്ചയും അതിലെ പോരായ്മകളും പ്രശ്നങ്ങളും പരിമിതികളും ചർച്ച ചെയ്യുന്നു. നാളെ എന്ത് വികസനം വേണം ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്നുള്ള ചർച്ചയായിരിക്കും നടക്കുന്നത്. അപ്പോൾ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുക എന്നുള്ളതാണ്. ഗൗരവമായി ചർച്ചകൾ നടക്കട്ടെ. സർക്കാരിൻ്റെ മറ്റൊരു വർക്ക് കൂടി വരട്ടെ. ഇതെല്ലാം ഒരു PR വർക്കായി പോകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. സർക്കാരായാലും ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനമായാലും ആൾക്കാരെ വിളിച്ചു കൂട്ടി ചായ കഴിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് ഒരു PR വർക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി വർക്കിലേക്ക് പോകാതെ ഇത് ഗൗരവമായ ഒരു അക്കാഡമിക് വർക്കിലേക്ക് പോയാൽ നല്ലതാണ്. ആ രീതിയിലുള്ള ചിന്തകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകട്ടെ.